ഇങ്ങനെ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ ഇപ്പോൾ ആവുമെന്നാ പറഞ്ഞത്. കണ്ണ് തുറക്കുമ്പോ നമ്മളെല്ലാരും ഇങ്ങനെ ചുറ്റും നിന്നിട്ട് മാറ്റി കഴിഞ്ഞിട്ട്. അതെ. അപ്പൊ നമ്മള് ഇന്ന് കൊച്ചി പോയിന് നമ്മള് അലൈനറിന്റെ. അപ്പൊ ഇന്ന് എനിക്കും ആയിട്ടുണ്ട് അലൈനർ. അപ്പൊ അത് ഇടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലേ പറയുന്നൊരു ഇതാണ് കവിന്റെ പല്ലിലെന്ന്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചായി പൊരിക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഋത്തിക്കിൻ്റെയും അനുവിൻ്റെയും അനുവിൻ്റെല്ലാം കണ്ട പല്ല് നമുക്ക് കയ്യെ കാണിക്കട്ടെ വിളിച്ചിട്ട്. ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ്. അപ്പോൾ എല്ലാം അപ്പൊ അങ്ങനെ ഇതായിട്ടുണ്ട്. ശരിയായി വന്നേട്ടാ 2 മാസം മുമ്പേ തന്നെ ശരിയായി വന്നു. അപ്പോൾ കവിന്റെയും പറഞ്ഞു അങ്ങനെ ഇതായിട്ടുണ്ട്. പല്ലൊന്നും പറിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ സാന്നിധ്യം കൊണ്ടോ ഇട്ടാ തിരികെയും ചെയ്യില്ല. അപ്പൊ അത് ഇടാൻ വേണ്ടി നമ്മള് കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയില് നമ്മളെ സ്മൈലൈനില് നമ്മള് ശരണ്യ ഡോക്ടറിന്റെ അടുക്കാം. ശരണ്യ ഡോക്ടറിന്റെ അടുക്കാം. അപ്പൊ നമുക്ക് പോവാ. ആ ഒരു ആഗ്രഹം കുറെ കാലത്ത് ആഗ്രഹമാണ്. അത് എന്റെ പല്ല് പൊരിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഇത്രയും ഞാൻ നീറ്റീന്. പച്ച പല്ല് പൊരിച്ചിട്ടുള്ള വേദന സഹിച്ചിട്ടുള്ള വേണ്ട വെച്ചിട്ട്. അപ്പൊ ഇത് അങ്ങനെയൊന്നും വേണ്ടാന്ന് കൊണ്ട് പിന്നെ സന്തോഷം. പോവാന്നാലേ പോയി വരാം. സമീപം ഇനിയിപ്പോ കണ്ണൂർ എത്തിയിട്ട് അവിടുന്ന് കുറച്ചപ്പുറം പോകണ്ടേ. കണ്ണൂര് തന്നെ അമ്മേ? റെയിൽവേ സ്റ്റേഷനിൽ. വന്ദേ ഭാരത് പറഞ്ഞോണ്ട് അമ്മ വിചാരിച്ച് വേറെ എവിടെയോ പോകുന്നേട്ടാ. അല്ലല്ല, ആടെ തന്നെ നമ്മളെ ട്രെയിൻ തന്നെ. എടോ നിങ്ങള് വരുന്നാടോ? നമ്മള് കഴിഞ്ഞിട്ടൊന്നുമില്ല, പോന്ന വഴിക്ക് സമയമില്ല. അടുത്ത വണ്ടിയിലിട്ടോ പോയിട്ട് വരട്ടാ. എന്റെ മോനെ ഇടിയാക്കാൻ നേരിക്കാനും പക്ഷെങ്കില് സന്ധ്യ വരെ ആകുമ്പോഴും അമ്മിഞ്ഞു കുടിക്കാനും ഓർമ്മ വെച്ചെങ്കില് അത് ഒന്ന് കൊടുക്കാറാവില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് മാത്രം ഞാൻ വിടുന്നത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചാല് കളിക്കുമല്ലോ ചെയ്യാൻ ഇവിടുന്ന്. സാരമില്ല, മോളുണ്ടല്ലോ മാറി മാറി എടുത്ത. അപ്പൊ അങ്ങനെ നമ്മള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. വീണോ മോനെ? ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങി. അപ്പൊ നമ്മളങ്ങനെ വന്ദേ ഭാരതിലെത്തി. യാത്ര തുടങ്ങി. കണ്ണൂരിൽ നിന്ന് വിട്ട് അപ്പോൾ ഫുഡ് വന്നിട്ടാ. രാവിലത്തെ ചായ ഇന്ന് വന്ദേ ഭാരതിലാവും. അതിന് അതിലിടക്ക് ചായയിൽ ഇടയ്ക്കനും കായ്പൂളെടുത്ത് കുടിച്ചിട്ടുണ്ട്. എന്തെല്ലാം ഇല്ലേ ഇത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പോകുമ്പോൾ കാണിച്ചില്ല. അതന്നെയായിരുന്നു ഉപ്മാവ്, ബ്രെഡും കേക്കും അങ്ങനെയാ. പിന്നെ സാമ്പാറാണ്. തന്നെ വങ്കിട്ടൊപ്പിയാണ്. ഞാൻ കർണാടക പോകുമ്പോ എല്ലാം വങ്കിട്ടൊപ്പി ഇട്ട് കൊടുക്കും. അവിടെ തണുപ്പല്ലേ. ഇതേപോലെ കർണാടകത്തിന്റെ അടുത്ത് തന്നെയാണ് ഇവര്. ഇവിടെ അവിടെ പോയാൽ തണുപ്പിന്റെ അടുത്താണ്. അപ്പൊ ഇതുപോലെ AC-ലെല്ലാം പോകുമ്പോ വീട്ടിൽ നിന്ന് കുറച്ച് ചിപ്സ് എല്ലാം എടുത്തിട്ടാ വന്നത്. അപ്പൊ നല്ല വെളിച്ചെണ്ണ വാട്ടി എടുത്ത ചിപ്സാണ്. നമ്മള് വഴിയിൽ പോകുമ്പോ എന്തെങ്കിലും വയലിൽ കുറച്ചുകൊണ്ട് പോണല്ലോ. അങ്ങനെ നമ്മളിപ്പോ മൂന്ന് പോക്കാണ്. സൈഡ് സീറ്റ് വേണമെന്നിട്ട് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് കാണുന്നിട്ട് നോക്കുമ്പോ നോക്കിയിട്ട് സൈഡിൽ കറക്റ്റ് ആയിട്ട് ഒരു വലിയ തൂണ്. ആടിയെല്ലാം ഫ്രീ ആണ്. IPL ಸಂಗ್ರಾಮ 2026 ಹಂಗಾಮ. ವಿರಾಟ್ ಕೊಹ್ಲಿ, ದೇವದತ್ ಪಡಿಕ್ಕಲ್, ಚಾಕೋ ಮಿಂಚಿನ ಆಟ. ಉದ್ಘಾಟನಾ ಪಂದ್ಯದಲ್ಲಿ ಹೈದರಾಬಾದ್ ವಿರುದ್ಧ 6 ವಿಕೆಟ್ಗಳ ವಿಜಯ. ರಾಯಲ್ ಚಾಲೆಂಜರ್ ಚಾಂಪಿಯನ್ ആട്ട. കുറേ ആയി. കണ്ട പേപ്പർ ഇവിടെ കിട്ടലില്ല. ഇപ്പൊ ഇവിടെ ട്രെയിനിൽ കിട്ടിയോണ്ട് തുടങ്ങിയല്ല. എറണാകുളം ജംഗ്ഷൻ എത്തി. ലിഫ്റ്റില് തിരക്കായി പോവാ. നമുക്ക് സ്റ്റെപ്പ് കയറാ പറഞ്ഞു. നമ്മൾ ഇപ്പുറത്തേക്ക് കടന്ന ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അതിനുള്ളിലൂടെ പോകുന്നത്. ഇത് ട്രെയിൻ എപ്പോൾ കൂടുതൽ ഉണ്ടോ? ഇത് പഴകിയിട്ട് ഇങ്ങനെ വെച്ചാണ് അല്ലേ?
ഇതിലൂടെ കാത്തുക്കുന്നുണ്ട് നമ്മളെ വരുമ്പം തന്നെ. വീട്ടിൽ കുറച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് സൺഡേ ലീവ് ആയതുകൊണ്ട് അങ്ങനെ സൺഡേ ലീവ് ആയതുകൊണ്ട് ക്യാഷ് ഡ്രസ് അങ്ങനെ വിജിൽബോളിനെ എല്ലാവർക്കും അറിയിക്കും. നമ്മൾ ഇതിനിടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മളടുത്ത ചങ്കാണ്, നമ്മളെ നാട്ടുകാരനാണ്. അപ്പോൾ ഇവിടെയാണ് പരിപാടി. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും പരിപാടികളാണ്. നല്ല തിരക്കുള്ള ആളാട്ടെ. ഇന്ന് നമ്മളുള്ളതുകൊണ്ട് മാത്രം, നമ്മൾ വരുമ്പോൾ മാത്രം തിരക്കല്ലേ യോഗി ഓടി വരും അല്ലേ? ദേഷ്യം വന്നിട്ട് വെള്ളം എവിടെയോ പോവാ വെച്ചിട്ട് ഒന്നും പറയണമെങ്കിൽ ഒന്നും വന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം കാണുന്നത്രല്ലേ അമ്മേനാ. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് എടുത്താണേ. നോക്കുമ്പോ തൊട്ടിപ്പുറത്ത് എന്നാ കവിന്റെ പേര്? കസ്കസ്. കസ്കസ് കവിന്റെ കർണാടകത്തിലെ വാ കവി, നമുക്ക് നാട്ടിലെത്തിയാൽ കഴിക്കാവാ. ഇല്ല നാട്ടിലില്ല, കർണാടകത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പണ്ടൊരിക്കൽ കർണാടകത്തിൽ ട്രിപ്പ് ആയിരുന്ന അടിയെല്ലാം കണ്ടാ ഉണ്ടാ ചോന്നിട്ടുണ്ടാടാ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം, പക്ഷെ കഴിക്കാൻ കിട്ടിയിട്ടില്ല അവർക്കാര്. അപ്പൊ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മള് ഇതെവിടെ കറക്റ്റ് സ്ഥലം? പാലാരി വട്ടം. അപ്പൊ ഓക്കെ വഴി വിളിക്കാം. അങ്ങനെ നമ്മള് സ്മൈലൈനിലേക്ക് പോകുന്നേ. കവിന്റെ പല്ലിന് വർഷങ്ങൾ, എത്ര വർഷങ്ങളായി കവി? കൊല്ലങ്ങളായി. ഒരുപാട് പേര് പറയലുണ്ട്, പക്ഷെ നേരിട്ടാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഇത് ചേഞ്ച് വരുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാകുന്നവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇതുമുണ്ട്. ഈ ചേഞ്ച് വരാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പല്ലിൽ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടാകണം, എന്നെങ്കിൽ മാത്രമേ ഈ പല്ല് പരിക്കാണ്ട് ഇടാൻ പറ്റുള്ളൂ. ഡോക്ടറോടൊന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം, അതിൻ്റെ കാര്യങ്ങൾ അറിയാം. ആർക്കെങ്കിലും പല്ലിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ ഇന്നാളും കാണിച്ചു തരണം. ഇന്നിപ്പോൾ നമ്മളെ സ്പെഷ്യൽ കവിൻ്റെ ആയതുകൊണ്ട് അല്ലെങ്കിൽ മുൻപേ ഇട്ട ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ചോദിക്കും അല്ലേ. ഇവർക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അതിൽ ആകർഷകരായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ സ്മൈലൈൻ, ഡോക്ടർ ശരണ്യ ജി സ്മൈലൈൻ. ഡോക്ടർ നമ്മളെ പല ശരിയല്ലേ, അതുകൊണ്ട് സ്ലോ മോഷൻ ആക്കാന്ന് വെച്ചത്. നല്ല വ്യത്യാസമുണ്ടല്ലേ. ഡോക്ടർ നമ്മളെ കാത്തിരുന്നിനാ. നമ്മളല്ല ട്രെയിന് 11:15 12:15 എത്തിയത്. അരമണിക്കൂർ ആടലായി. പിന്നെ ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ വന്നിട്ട് പോകാൻ. എന്തെല്ലാം വിശേഷങ്ങള്? അതിന്റെ ആദ്യത്തെ ഒന്ന് കാണിക്കണം. അതല്ലേ ട്രയലത്തെ ഒരു പല്ല് കൂടി. നമ്മളാ ഫുഡ് കഴിച്ചു. അപ്പൊ അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ പല്ലിങ്ങനെ ഉന്തിട്ടല്ലേ ഉള്ളേ, അതൊന്ന് നേരെ ആക്കണമെന്നുള്ളത്. അപ്പോൾ ഈനിടയ്ക്ക് വന്നിട്ട് സ്കാനിങ് എല്ലാം എടുത്തിട്ട് പോയിന്നേനു. അപ്പോൾ ഇപ്പോൾ അലൈനർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇടാൻ വേണ്ടി നമ്മൾ കൊച്ചിയിൽ വന്നിട്ടാണ് ഉള്ളത്. ഡോക്ടർ സാറന്യ, ഡോക്ടറുടെ എന്താ പറഞ്ഞേ? ശരണ്യ പല ശരിയായിട്ടാമോ? അപ്പോൾ അരത്തിക്കിൻ്റെ അനുവട്ടിൻ്റെയും പ്രൊസീജിയർ ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെക്കുന്ന ഓരോരോ ഘട്ടം. എന്താണ് ഡോക്ടർ നമ്മൾ ഇതിന് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെന്റ്സ് പിടിപ്പിക്കും. പല്ലിൽ ചെറിയ മുത്തു പോലെ. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യും. പിന്നെ ചെറിയ ഗ്യാപ്പ് ഇടും. എത്ര ദിവസം എടുക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ്? 21 ആഴ്ച, 21 വീക്സ്. സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ മറ്റേ ക്ലിപ്പ് ഫിറ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ഋത്തിക്കിൻ്റെ അനുവട്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുക. ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതേ കാണാം. ഇപ്പം ഞാൻ ഫുൾ ഡീറ്റെയിൽ എടുക്കുന്നില്ല. അപ്പോൾ എന്നാൽ ആകുമ്പോഴത്തേക്ക് വീഡിയോയിൽ കാണുന്ന അത്രയും നമുക്ക് പല്ല് പൊങ്ങിയ ഫീൽ ഇല്ല. പിന്നെ ആൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കൊടുക്കാമല്ലോ. പിന്നെ ഇവിടെ മാറ്റാം. Your happiness is just a smile line away.
ഇതണ്ട ഇത് ആകുന്നതിന് ശേഷം എങ്ങനെ ഉണ്ടാവുക ഇവർ കാണിച്ചു തരും കേട്ടോ. ആദ്യം ഉള്ള പോലത്തെ പല്ലും അതുപോലെ ആയതിന് ശേഷമുള്ളത് അടിഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിഷ്വലും കൂടി ഉണ്ടായിരുന്നു. ഋത്തിക്കിൻ്റെ അതിനോട്ടിൻ്റെ പല്ല് കാണുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ മാറ്റം. അപ്പം ഇങ്ങനെയാണ് ഐറ്റം ഉണ്ടാവുക കേട്ടോ. ഒറ്റ കെട്ടിച്ചാൽ ശരിക്കും കാണിച്ചാൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോഴത് ഇങ്ങനെയാണ് ഇപ്പോൾ ആവുകയെന്ന് പറഞ്ഞത്. ക്ലീനിങ് പ്രൊസീജിയർ ഫുള്ളായിട്ട് ഉണ്ടോ ഡോക്ടർ ഇപ്പം? ഫുള്ളായിട്ട് ഉണ്ടാവും. അതേ സമയത്ത് നമ്മളെ പിള്ളേർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ടിക്കറ്റുണ്ട്, ഫിസിക്കലെന്തല്ലോ പരിപാടി വെക്കുന്നുണ്ട്. ഹലോ ഹായ്. അപ്പോൾ ഐശ്വര്യ ഡോക്ടറുണ്ട്, ലവണി ഡോക്ടർ അപ്പുറത്ത് കവിൻ്റെ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇപ്പോൾ ചെയ്തിട്ട് 3 months ആയി. 3 months ആയി. അതിനോട്ടിൻ്റെ ആദ്യത്തെ ഇത് നമുക്കിവിടെ ഫോട്ടോ ഇല്ലേ ഡോക്ടർ? അതൊന്ന് കാണിക്കാം. അറിയാം ഋത്തിക്കിൻ്റെ ഉണ്ട്. ഡോക്ടർ എന്തെങ്കിലും മാറ്റി ഇപ്പോൾ? നല്ല വ്യത്യാസമുണ്ട്. ആള് വന്ന ടൈമില് ആളുടെ ഈ ഫ്രണ്ടിലത്തെ 2 പല്ലുകൾ നല്ലോണം പുറത്തായിരുന്നു. ആൻഡ് അത് ഈ ലിപ്പിലേക്ക് ടച്ച് ചെയ്ത് പുറത്തായിരുന്നു. അപ്പൊ അതൊക്കെ അകത്തേക്ക് പോയി. നമ്മൾ ബിഫോർ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. ശരണ്യ ഡോക്ടർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ അതിന് മുമ്പ് ഇനി റിഫൈൻമെന്റ് സ്കാനിങ് എന്ന് പറയും. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓവർ കറക്ഷൻ ചെയ്ത് പ്രോഗ്രസിന് വേണ്ടിയുള്ള അലൈനേഴ്സ് ക്ലെയിം ചെയ്യും. അപ്പോൾ അതിന് മുമ്പുള്ള റിഫൈൻമെന്റ് സ്കാനാണ് ചെയ്യാൻ പോകുന്നത്. പല്ലെടുക്കാണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല്ല് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾ ഇതുപോലെ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയാവുന്ന അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാപ്പും എല്ലാം ക്ലോസ് ആയി പല്ല് താഴ്ന്നു വരും. കവിൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. 21 ആഴ്ചയാണ് കവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം. പല്ലൊന്നും എടുക്കാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആളുടെ മെയിൻ ടെൻഷനും അതായിരുന്നു. അപ്പോൾ നമുക്ക് 21 വീക്സ് കഴിഞ്ഞ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണാം. തിരിയുന്നില്ല കേട്ടാ, ചെറിയൊരു മുത്തുമണി ഇതുവരെ ഇല്ലാത്തൊരു സാധനം, പുതിയ സാധനം പല്ലില് വന്നേ. സംസാരിക്കുമ്പോ ഇല്ലേ അല്ലെങ്കിൽ എന്റെ സംസാരം അങ്ങനെയാന്ന് ഇനിയിപ്പോ പറയേ വേണ്ട. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഡോക്ടർ ഇവരെ ട്രാൻസ്ഫോർമേഷൻ ഋത്വിക്കിന്റെ ഇപ്പൊ ഏകദേശം 3 മാസം കഴിഞ്ഞു. അപ്പൊ മോന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആയിരുന്നു അല്ലേ ചിരിച്ചേ? ഇപ്പൊ 3 മാസം കൊണ്ടാണ് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആയേക്കുന്നത്. ചുണ്ടിന്റെ മുകളിലാണ് ഇപ്പൊ പല്ല് ചുണ്ടിന്റെ അകത്തായി. അതിന്റെ പഴയ ഫോട്ടോ ആണ്. ഇപ്പൊ നമുക്ക് 3 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ കാണാൻ പറ്റും. കുറച്ചുകൂടെ കറക്ഷൻ എന്താണ് ഒന്നുകൂടി വരാനുള്ളൂ ഇങ്ങോട്ട് വന്നാൽ കംപ്ലീറ്റ്. മുന്നത്തെ ഉള്ളിലേക്ക് ഇങ്ങനെ എല്ലാരും ഇട്ട് കേട്ടാ. പണ്ട് കമ്പിയിലോട്ടിട്ട് അത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അലൈനേഴ്സ് വന്നപ്പോഴത്തേക്ക് അത്ര ഈസി ആയി കാര്യങ്ങൾ. അതൊരു ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഏറെക്കാലത്തെ ആഗ്രഹം അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഫുൾ മാറ്റങ്ങൾ നമ്മൾ സമയം എടുക്കും. മക്കൾക്ക് പോലെയല്ല, കവിക്ക് കുറച്ചുകൂടെ സമയം എടുക്കും. 21 വീക്സ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൽ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ഘട്ടം നമ്മൾ കാണിക്കാം. അപ്പോൾ എന്തെങ്കിലും പല്ല് സംബന്ധിച്ചിട്ടായിരിക്കെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പല്ല് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ശരണ്യ ഡോക്ടറെ നമ്പർ കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് കമന്റ് ബോക്സിൽ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ വന്നു നോക്കുമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടറും നല്ല കൂടിയുള്ള എല്ലാവരും. അപ്പോൾ അതൊരു ഭയങ്കര ഇപ്പൊ കൊച്ചിയിൽ നമ്മൾ വന്നാൽ വെറുതെ വരും ഡോക്ടറെ കാണാൻ, അങ്ങനത്തെ ഒരു ഇല്ലല്ലോ അല്ലേ? അത് ഭയങ്കര സന്തോഷമായിട്ടൊരു. അതുപോലെ തന്നെ ഒരുപാട് പേര് അല്ലേ അങ്ങനെ ദൂരത്ത് നല്ല ആൾക്കാരുടെ വരുന്നുണ്ടല്ലോ. അപ്പം നാട്ടിൽ നിന്ന് എവിടുന്നായാലും വരാം. ഇതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണല്ലേ? എത്ര ദൂരത്ത് നിന്ന് വന്നാലും 1 2 ഘട്ടോ വരണം. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നേരത്തെ പറയുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര ദൂരത്ത് നിന്ന് വരെ വരാൻ പറ്റുന്നുണ്ട്. പഠിപ്പിക്കുന്നത് മുൻപിലിടുന്ന അനു വൃത്തിക്ക് താഴത്തേക്ക് 22 മണിക്കൂർ അപ്പൊ നമ്മളങ്ങനെ പല്ലിന്റെ എല്ലാം കാണിച്ച് ഇറങ്ങുമ്പോഴേക്ക് അമൃത് ബ്രോ ഒരു ഹൈയാക്കു. അമൃത് ബ്രോ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. തെയ്യത്തിനെല്ലാം വന്നിട്ട് മടങ്ങിപ്പോയതിനു ശേഷം എന്തുണ്ടായിരുന്നു തെയ്യത്തിന് വന്നൊരു ഇത്? അടുത്ത കൊല്ലത്തിന് വരും. തെയ്യം ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിലാണ്. അതിലിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. തെയ്യം പറഞ്ഞ് ഇനി എന്നെ കണ്ടിട്ട് ആദ്യം കാണാൻ വരുന്നത്.
അപ്പൊ അങ്ങനെ വീണ്ടും പറഞ്ഞത് വീണ്ടും വരണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളങ്ങനെ ഇപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ശരിക്കും? ഇനി നമുക്ക് ചെറിയൊരു നമുക്കിത് കുറച്ച് സമയം കൂടി ഉള്ളൂ ട്രെയിനിന് നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക്. അതാണ് അടുത്തേച്ച് വീണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പൊട്ടി വണ്ടി ഇവര് വണ്ടി കണ്ടിട്ട് ആ കിളി പോയിട്ടുള്ളു കേട്ടാ. ഇത് BMW ആണ് കേട്ടാ. ഓ പിള്ളമാർ ഫുൾ പൊങ്ങലിലാണ് ഉള്ളത്. ഇതാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം നടക്കും. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കേട്ടാ. ഇവിടെയാണ് മെസ്സി വരുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അത് ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം അല്ലേ? അല്ല വന്നില്ല, വന്നിട്ടില്ല. വരുമെന്ന് പറഞ്ഞു, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളിയാവും. അന്നൊരു സീറ്റ് സൈഡിലൂടെ പോയിന് കേട്ടാ. നമ്മള് രാത്രിയിലൂടെ പോയിന്. പകല് ഓർമ്മയില്ലേട്ടാ, തിരിയായിട്ടാ. സ്റ്റേഡിയത്തിനടുക്ക ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആ ഫുള്ളായിട്ട് ഹോട്ടൽ ഇവിടെ ഉണ്ട് തോന്നുന്നു. അറിയില്ല. ഇവന് പിന്നെ ഋഷിക്കിനെ കിട്ടിയാ പിന്നെ വിടൂല, എടുത്ത് നടക്കില്ല. എന്താ വേണ്ടേ? അരിയുടെ സ്നാക്സ് ഉണ്ട്, അട, കൊഴുക്കട്ട, പഴംപൊരി. ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് വേണ്ടത് മേടിക്കല പറയണല്ലേ. ബെസ്ന്ന് കണ്ണാണ്ടായിട്ടാ. ഇലയട, ചായ ഇതെല്ലാം മേടിച്ചിട്ടുള്ളത്. അങ്ങനെ എറണാകുളത്തെ ഒരു സൂര്യ കവിയെ കാണിച്ചു തന്നെ കേട്ടാ. അഭിച്ചോട്ട അങ്ങോട്ട് നോക്ക്, നല്ല രസൂല പറഞ്ഞു. അപ്പൊ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇല്ലില്ല പോയിട്ടില്ല. സൂര്യൻ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് മാറി നിന്നുള്ളൂ. അടിയുണ്ട്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമെന്ന് ഋഷ്വിക്കും ഋത്തിക്കും. വൈകുന്നേരം 6:30 മണിയായി. നമ്മളിപ്പം കൊച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. വന്ദേ ഭാരത് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് റെയിലിനെ കാത്തിക്കലാണ്. റെയിലില്ല, ട്രെയിനിനെ കാത്തിക്കല. ആ എല്ലാടിയും അതന്നെ. പിന്നെ ഇൻസൾട്ട് ആക്കണം. അപ്പോ നോക്കറ കളർ നോക്കറ. ഒരു ചിത്രം വരച്ച പോലെ ഉണ്ട്. ഒരു ചിത്രം വരച്ച പോലെ അങ്ങനെ അങ്ങനെ ഉള്ളത്. എന്തെങ്കിലും തന്നെ കുറവാക്കാൻ വേണ്ടി വെക്കുന്ന ഡയലോഗ് വരുന്ന വെച്ചാൽ ആരും മിണ്ടിയില്ല. അപ്പൊ എല്ലാരും സമ്മതിച്ചു കേട്ടാ. ഒരു ചിത്രം വരച്ച പോലെ ഒന്നും കഴിയുന്നില്ല കേട്ടാ. കാലും കയ്യിലും രാവിലെ ഇറങ്ങിണിക്കുന്നിടക്ക് വന്നെയാണ്. ചിമ്മി പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ വന്നല്ലേ. അപ്പോ ഓട്ടായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മള് ഇനിയിപ്പം വന്ദേ ഭാരത് വന്നാൽ അതിൽ കയറിയിട്ട് നേരെ നാട് പിടിക്കാം. രാത്രി സ്റ്റേഷൻ നാളെ വരാം.